ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. കളങ്കാവലിൻ്റെ 8ാം ദിനമാണ് ഇന്ന്. ഈ ഒരു വെള്ളിയാഴ്ച മികച്ച രീതിയിലുള്ള ഒരു കളക്ഷനാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഈ ഒരു വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞ് ഈ അവസാന വർക്കിംഗ് ഡേയിൽ ഇതുവരെ ഉണ്ടായിരുന്ന കളക്ഷൻ്റെ മുകളിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ഇതിനോടകം തന്നെ 60 കോടി കടന്ന ചിത്രം 65 കോടിയിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയാണ് ഇന്നത്തോടെ. ഒരുപക്ഷെ അതിന് മുകളിലേക്ക് പോകാനുള്ള ചാൻസുകളുമുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കാവുന്നതാണ്. സിനിമയ്ക്ക് ഇന്നലെ അവസാനമായി ലഭിച്ച കണക്കുകൾ പ്രകാരം 50,500 മുകളിലുള്ള ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിലൂടെ മാത്രം വിറ്റുപോയത്. 7ാം ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 25,90,00,000 രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 5 കോടിക്ക് മുകളിലും തമിഴ്നാട്ടിൽ നിന്ന് 2 കോടിക്ക് മുകളിലുമാണ് വന്നിരിക്കുന്നത്. വേൾഡ് വൈഡായിട്ട് അല്ലെങ്കിൽ ഓവർസീസിൽ നിന്ന് വന്നിരിക്കുന്നത് 31 കോടിക്ക് മുകളിലാണ്. മൊത്തം 63.5 കോടിക്ക് മുകളിലാണ് സിനിമയുടെ 7 ദിവസത്തെ കളക്ഷൻ എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും 8ാം ദിവസമായ ഇന്ന് മികച്ച രീതിയിലേക്കുള്ള ഒരു കളക്ഷൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇനിയും 7ാം ദിനത്തെ ഫൈനൽ കളക്ഷനിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. 1307 ഷോകളിൽ നിന്ന് 1,13,440 ടിക്കറ്റുകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 30% ആണ് സിനിമയുടെ ഒക്യുപ്പൻസി വന്നത്. അതായത് ഇന്നലത്തെ ഒക്യുപ്പൻസിയേക്കാൾ അല്ലെങ്കിൽ അത് ബുധനാഴ്ചത്തെ ഒക്യുപ്പൻസിയേക്കാൾ കൂടുതൽ ബുക്കിംഗ് ആണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. അതുകൂടാതെ ടിക്കറ്റ് ആണെങ്കിൽ വളരെ ചെറിയ ഒരു ഡിഫറൻസ് മാത്രമാണ് വന്നിരിക്കുന്നത്. 1,79,40,000 രൂപയോളമാണ് സിനിമയുടെ കളക്ഷനായിട്ട് ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ. അതായത് സിനിമയ്ക്ക് 7ാം ദിനവും 2 കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ സിനിമ ഒരു ബ്ലോക്ക് ബസ്റ്റർ അടിച്ചുവെങ്കിലും ഇനിയും 100 കോടി എന്നുള്ള ആ ഒരു മാർജിനാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്താണ് കളങ്കാവൽ ഇറങ്ങിയത് 100 കോടി അടിക്കാനൊന്നും വേണ്ടിയിട്ടല്ല, പക്ഷേ എല്ലാ ജനങ്ങളുടെ ഹൃദയത്തിലും ഈ സിനിമ വന്നു. ആദ്യം ഇറങ്ങിയപ്പോൾ ഒരു 20-25 കോടി നേടിയാൽ ഒരു വലിയ സംഭവമെന്ന് പ്രതീക്ഷിച്ച സിനിമ ആദ്യ 2 ദിവസങ്ങൾ കൊണ്ട് തന്നെ അതിന് മുകളിലേക്ക് എത്തി എന്നുള്ളതും സന്തോഷകരമായ കാര്യമാണ്. എന്തായാലും ഈ ഒരു സിനിമ കുതിച്ച് ഉയരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുകയാണ്. ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഏകദേശം 3.5-4 കോടിക്ക് അടുത്ത് ലഭിക്കുമെന്നുള്ളതാണ്. അങ്ങനെ ആണെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു ഈ ഒരു ശനി ഞായറോടുകൂടി സിനിമ 75 കോടി ക്ലബിലേക്ക് കയറും എന്നുള്ളത്. എന്താണെങ്കിലും 300-ന് മുകളിലുള്ള തിയേറ്ററുകളിലാണ് സിനിമ 2ാം വാരവും എത്തിയിരിക്കുന്നത്. കേരളത്തിൽ നല്ല ലെവലിലുള്ള ഒരു ഹോൾഡാണ്. UAE GCCയിലും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള ഒരു ഹോൾഡ് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു. തമിഴ്നാട്, തെലുങ്ക്, അതേപോലെ തന്നെ കർണാടക എല്ലാ സ്ഥലങ്ങളിലും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള തിയേറ്റർ ഹോൾഡ് നടത്താൻ കഴിയുന്നുണ്ട്. ഇനി മമ്മൂട്ടി കമ്പനിക്കുള്ള ഒരു ഉപദേശവും കൂടിയുണ്ട്. സിനിമ നല്ല ലെവലാണ്, നല്ല സിനിമയാണ്, ആളുകൾ അഭിപ്രായവും അങ്ങനെയാണ്. ഹേറ്റേഴ്സിൻ്റെ പോലും അഭിപ്രായം ആവറേജ് എന്നാണ്, അതിൻ്റെ താഴേക്ക് ആരും പറഞ്ഞിട്ടില്ല. മമ്മൂട്ടി കമ്പനിക്ക് ഒന്ന് പ്രമോഷനൊക്കെ ചെയ്യാം ഈ ഒരു ഘട്ടത്തിൽ. കാരണം അങ്ങനെ ഒരു പ്രമോഷൻ ചെയ്യുകയും കുറേ പേർ തിയേറ്ററിലൊക്കെ വരികയും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഷോയും കാര്യങ്ങളുമൊക്കെ വെക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ബൂസ്റ്റ് ആകും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഫാമിലി ഓഡിയൻസ് ഈ ആഴ്ച വലിയ രീതിയിൽ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നതായിട്ടുള്ള ഒരു തരംഗം നമുക്ക് കാണാനും കഴിയുന്നു. മമ്മൂട്ടി ഫാൻസിനോട് ഒരു കാര്യം എടുത്ത് പറയാനുള്ള ഒരു ഉപദേശമായി കാണുക എന്നുള്ളതിനാണ് മമ്മൂട്ടിക്കും മമ്മൂട്ടി ഫാൻസിനുമായിട്ട് പറയാനുള്ളത്. വേറെ ഒന്നുമല്ല, തീർച്ചയായും നിങ്ങൾ തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണുക. ഒരുപാട് പേർ കാണാത്തതുകൊണ്ട് ചിലരൊക്കെ ചോദിക്കും നീയൊക്കെ എങ്ങനെയാണ് അറിഞ്ഞത് മമ്മൂട്ടി ഫാൻസ് ടിക്കറ്റ് എടുത്തിട്ടില്ല എന്നുള്ളത്. അതിൻ്റെ തെളിവാണ് ഇന്ന് ബോക്സ് ഓഫീസിൽ കാണുന്ന ഇത്ര കുറവുള്ള കളക്ഷൻ എന്ന് പറയാം. ഈ ഒരു സിനിമയ്ക്ക് നല്ല കളക്ഷനാണ് 2 കോടി ഈ ഒരു വർക്കിംഗ് ഡേയിലെങ്കിലും മമ്മൂട്ടി ഫാൻസ് ശരിക്കും വിചാരിച്ചിരുന്നെങ്കിൽ ഒരു 4 കോടിയെങ്കിലും ഈ വർക്കിംഗ് ഡേയ്സിൽ എത്താൻ കഴിയുമെന്നുള്ള ഒരു കാര്യമുണ്ട്. കാരണം അത്രത്തോളം മമ്മൂട്ടി ഫാൻസ് ഉണ്ടെന്ന് വ്യക്തമായി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതിനുള്ള മറുപടിയും അങ്ങനെ തന്നെയാണ്. ചിലരൊക്കെ പറയുന്നു UAE GCCയിലൊക്കെ സിനിമ പോയെന്ന്. അവന്മാർക്കുള്ള മറുപടിയാണ് നമ്മൾ പറയുന്നത് അതിൻ്റെ അടുത്ത ഒരു വീഡിയോയിൽ, അവിടുത്തെ തിയേറ്റർ ലിസ്റ്റും കാര്യങ്ങളുമൊക്കെ ആയിട്ട്. അപ്പോൾ വെറുതെ ഒരു സിനിമയെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കരുത്. അതായത് കൊള്ളില്ല എന്ന് പറയാനുള്ള ആംബിയർ ഇല്ല, അതായത് പറഞ്ഞാൽ തന്നെ ആരും അംഗീകരിക്കില്ല എന്നുള്ളത് നമുക്കറിയാം. എന്താണെങ്കിലും അപ്പോൾ തിയേറ്ററിലില്ല എന്ന് പറഞ്ഞ് വെറുതെ മുടന്തൻ ന്യായമായിട്ട് വരാൻ നിൽക്കുകയും ചെയ്യരുത്. കാരണം അത്രത്തോളം തിയേറ്ററുകളിൽ എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. സിനിമ 100 കോടി അടിക്കുമോ അല്ലെങ്കിൽ അതിനൊരു പ്രതീക്ഷയുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്തുകയും ചെയ്യാം.